ഓം ശാന്തി. ബാഗ്ദാദ മധുബൻ പ്രഭാത മുരളി 23/8/22। मीठे बच्चे, अब यह पुराना घर छोड़ बाप के साथ चलना है, इसलिए इस घर से ममत मिटाते जाओ। अपने को ആത്മാ നിശ്ചയിക്കാൻ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ പഴയ വീട് ഉപേക്ഷിച്ച് ബാബയുടെ കൂടെ പോകും. അതുകൊണ്ട് ഈ വീടിനോടുള്ള മമത്വം ഇല്ലാതെയാക്കും. സ്വയം ആത്മാവാണെന്ന് ഉറപ്പ്. ബാബ എന്ന് പറയാണ്, നമുക്ക് ഈ പഴയ ദേഹമാകുന്ന വീട്, ആത്മാവിരിക്കുന്ന വീടാണ് ദേഹം. അപ്പോൾ ഈ വീട് വിട്ടിട്ട് നമുക്ക് ബാബയുടെ കൂടെ പോകേണ്ട സമയമായി. അതുകൊണ്ട് ഈ വീടിനോടുള്ള മമത്വം, എൻ്റെ എന്നുള്ള വിചാരം, പൊട്ടിപ്പിടിക്കല് കളഞ്ഞിട്ട് ഞാനൊരു ആത്മാവാണ്, ദേഹത്തിൽ നിന്നും വേറിട്ട ആത്മാവാണെന്ന് ഉറപ്പു. ചോദ്യം: ദേഹി അഭിമാനി ബച്ചം കെ മുഖസെ കോൺസെ ശബ്ദ നഹി നികലെ? ദേഹി അഭിമാനികളായ കുട്ടികളുടെ വായിൽ നിന്നും ഏത് ശബ്ദം വരില്ല? ഉത്തരം: മേരെ മൻ കോ ശാന്തി കൈസെ? എന്റെ മനസ്സിനെങ്ങനെ ശാന്തി? ഏത് ശബ്ദ ദേഹി അഭിമാനി ബച്ചം കെ മുഖസെ നഹി നികൽ? ആത്മാഭിമാനികളായ കുട്ടികളുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് വരാൻ പാടില്ല. देह अभिमान वाले ही यह शब्द बोलते ही, क्योंकि उन्हें आत्मा का ज्ञान ही नहीं है. ദേഹാഭിമാനികളായ മനുഷ്യരാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടെന്നാല് അവർക്ക് ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ല. തും ജാനത്തെ ഹോ ആത്മാ കാ സ്വധർമ്മ ഹി ശാന്തി. നമുക്കറിയാം ആത്മാവിന്റെ സ്വധർമ്മം തന്നെ ശാന്തി. മനക്കെ ശാന്തിക്ക് തോ ബാത്ത് ഹി നഹി. അതുകൊണ്ട് മനസ്സിന്റെ ശാന്തിയുടെ ഒരു കാര്യമൊന്നുമില്ല. ആത്മാ അപ്പനെ സ്വധർമ്മമേ ടിക്ക് ജായേ തോ മൻ ശാന്ത് ഹോ ജായേ. ആത്മാവ് തന്റെ സ്വധർമ്മത്തിൽ ഇരിക്കുമെങ്കിൽ മനസ്സ് ശാന്തമാകും. ആത്മാസ്വ പരമാത്മാ കഹനെ വാലെ ഇസ് ബാത് കോ സമജ് നഹി. ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് മനസ്സും ബുദ്ധിയും ആത്മാവിൽ തന്നെയാണ്. അപ്പൊ ദേഹി അഭിമാനി എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ആത്മാവിൽ ഇരിക്കുക. ആത്മാവ് സ്വതവേ ശാന്തസ്വരൂപനാണ്. ആത്മാവിന്റെ സ്വധർമ്മം ശാന്തസ്വരൂപം. അപ്പൊ മനസ്സ് ആത്മാവിൽ ഇരിക്കുന്ന ഒരാള് എനിക്ക് ശാന്തി വേണമെന്ന് പറയില്ല, മനസ്സിന് ശാന്തി വേണമെന്ന് പറയും. എന്നാല് ദേഹാഭിമാനികളാണ്, ആത്മാവിനെ അറിയാത്ത ദേഹബോധത്തിൽ ഇരിക്കുന്നവർക്കാണ് ഈ മനസ്സിന് ശാന്തി ഇല്ലാത്തത്. പിന്നെ ആത്മാവും പരമാത്മാവും ഒന്നെന്ന് പറയുമ്പോൾ പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും ഒരു പിടി കിട്ടുന്നില്ല. കാര്യം ഞാൻ ദൈവമാണ്, എന്നിട്ട് എനിക്ക് ശാന്തി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആര് തരാൻ? ഗീതം മർണ തെരി ഗലീം. ഇന്നത്തെ പാട്ട് ഇതാണ്. ഇന്നലെ ബാബ എന്താ പറഞ്ഞ പാട്ട് കവിത ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്യുമ്പോഴും മൗനമായിട്ടിരിക്കണം. അപ്പൊ ഇന്ന് ഗീതം ഇതാണ്: നിന്റെ മടിയിൽ കിടന്ന് മരിക്കണം. ഓം ശാന്തി. ബച്ചേ ജാനത്തെ ഹേ മർണ കിസ്കോ കഹാ ജാതാ ഹെ? ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുട്ടികൾക്ക് അറിയാം. ആത്മാ ശരീർ സെ അലഗ് ഹോ ജാത്തെ ഹി ഉൻകോ മർണ കഹാ ജാതാ. ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിട്ട് പോവുക, അതിനെയാണ് ഈ മരിക്കുക എന്ന് പറയുന്നത്. हम बच्चे जानते हैं हम जीते जी शरीर से अलग है और अपने परमपिता परमात्मा के साथ उनके धाम जाने वाले. ഇവിടെ കുട്ടികൾക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ടവരാണ്. നമുക്ക് നമ്മുടെ പരംപിത പരമാത്മാവിന്റെ കൂടെ നമ്മുടെ ധാമത്തിലേക്ക് പോകണം. जो ആത്മായും ജാനഹിം ശക്തി ഹെ ഉൻകോ യോഗ സെ പവിത്ര ബനാ രഹാ. ഇപ്പോൾ ഈ ആത്മാവിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അവരെ യോഗം കൊണ്ട് പവിത്രമാക്കുകയാണ്. പവിത്രത എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും അല്ലെങ്കിൽ ആത്മാവ് പ്രകൃതിയിൽ നിന്നും ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുക. ഇസ്കോ കഹാ ജാതാ ഹെ നോളജ്. അതിനെയാണ് പറയുന്നത് അറിവ്, ജ്ഞാനം. രൂഹുക്കോ നോളജ് മിൽത്തി ഹെ. ഈ അറിവ് ആർക്കാണ് കിട്ടുന്നത്? എല്ലാം അറിയുന്നത് ആത്മാവാണ്. എന്തറിവായിക്കോട്ടെ അത് അറിയുന്നത് ആത്മാവ്. ആ അറിയുന്ന ആത്മാവിനെ അറിയണം. അതാണ് യഥാർത്ഥ അറിവ്. ഇത് ബച്ചേ ബച്ചേ കഹനെ വാലാ കോൻ. ഇവിടെ ഈ ബച്ചേ ബച്ചേ എന്ന് പറയുന്നത് ആരാ? പരംപിത പരമാത്മാ ജിസ്കോ സഭി ഭക്ത യാദ് കർത്തേ. പരംപിത പരമാത്മാവാണ് ഇവിടെ ബച്ചേ ബച്ചേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എല്ലാ ഭക്തരും ഓർമ്മിക്കുന്ന ആളിതാണ്. ആത്മാ സമച്ചിത്തേ ഹേ പതിത് പാവൻ ബാപ്പ് മുക്തി ജീവൻ മുക്തി ദേനേവാല. ആത്മാവിനറിയാം പതിത പാവനനായ ബാബയാണ് മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നത്. ഉൻകോ തോ അപ്പന ശരീർ ആയി നഹി. ഈ ബാബയ്ക്ക് സ്വന്തം ദേഹമേ, ബാബയ്ക്ക് സദാ മുക്തനാണ്.
ബാബയ്ക്ക് ജീവൻ മുക്തിയുടെയോ ഒരു വിഷയമേ. ഇത് ലോൺ ലിയ, ബ്രഹ്മബാബയുടെ ശരീരം കടമെടുത്തു. हमको हमको भी यह छोड़ना है और जिसका घर है उनको भी छोड़ना है. ബ്രഹ്മബാബ പറയാണ് എനിക്കും ഇത് വിട്ടുപോകണം. പിന്നെ ആരൊക്കെ വീട്ടിലിരിക്കുന്നു, ദേഹത്തിലിരിക്കുന്നു, അവർക്കെല്ലാം ഇത് വിട്ടുപോകണം. वैसे तुम बच्चों का भी यह पुराना घर है जिसमें खिड़कियां आदि सब है. ബാബ പറയണം ഈ ശരീരം കുട്ടികളുടെ പഴയ വീടാണ്. ഈ വീടിന് ജനലൊക്കെ ഉണ്ട്, അല്ലെ, കണ്ണൊക്കെ ജനലാണ്. तो बाबा कहते बच्चे यह पुराना घर सबको छोड़ दे. ബാബ പറയാണ് കുട്ടികളെ ഈ പഴയ വീടെല്ലാം ഉടയാൻ പോകണം, എല്ലാ ആത്മാക്കൾക്കും ഈ വീട് വിട്ടു പോകണം. മേരെ സാത്ത് ഘർ ഝൽനാ ഹി ഇസ്ലിയെ ജീത്തെ ജി ഇസ് ഘർ സെ മമത മിടാ ദേ. എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. അതുകൊണ്ട് ബാബ പറയണു ജീവിച്ചിരിക്കെ ഈ ദേഹത്തിൽ നിന്നും വേറിടണം. ഈ ദേഹത്തിനോടുള്ള മമത്വം, എന്റെ ദേഹം എന്ന് പറയുമെങ്കിലും ജ്ഞാനത്തിന്റെ മൂർധന്യതയിൽ എന്താണ്, എന്റെ ദേഹമൊന്നുമില്ല, പ്രകൃതി നൽകിയ ദേഹമാണ്. ശിവബാബ ഒരിക്കലും എന്റെ ദേഹം എന്ന് പറയില്ല, ബ്രഹ്മബാബയുടെ ദേഹത്തിലിരിക്കും. അതേപോലെ നമ്മൾ എന്തായി മാറണം, ഈ ദേഹത്തിനോട് സ്വല്പം പോലും മമത്വം ഉണ്ടാകരുത്. അപ്പനേക്കോ ആത്മാ നിശ്ചയിക്കരോ അവർ ബാപ്പു ചെയ്യാറ്. സ്വയം ആത്മാവാണെന്ന് നിശ്ചയിച്ചിട്ട് നമ്മൾ ബാബയെ ഓർമ്മ. യഹുത്തോ ബച്ചേ ജനത്തെ ഹെ ദോ ചീസേ ഹെ ജീവ് അവർ ആത്മ. കുട്ടികൾക്ക് ഇതറിയാം, രണ്ട് സാധനങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ, രണ്ട് സാധനങ്ങളുണ്ട്, പ്രകൃതിയും പുരുഷനും, അല്ലെങ്കിൽ ജീവനും ആത്മാവും, അല്ലെങ്കിൽ ദേഹവും ദേഹിയും, അല്ലെങ്കിൽ വീടും വീട്ടുകാരും, കാറും ഡ്രൈവറും, അമ്പലവും മൂർത്തി. ഇങ്ങനെ രണ്ട് ഘടകങ്ങളാണുള്ളത്. മനുഷ്യ ജബ് ദുഃഖി ഹോത്തേ ഹെ തോ ജീവഘാത് കർ. മനുഷ്യർക്ക് ആത്മാവിന് ദുഃഖം വരുമ്പോൾ ഈ ആത്മാവ് എന്ത് ചെയ്യും, തൻ ദേഹമാണെന്ന് വിചാരിച്ചിട്ട് ദേഹത്തെ ഹത്യ ചെയ്യും, ജീവഹത്യ ചെയ്യും. ആത്മഘാതനഹി, ആത്മഹത്യ ശരിയല്ല, ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല. ആത്മാവാണ് ഹത്യ ചെയ്യുന്നത്, പക്ഷെ ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല. ആത്മാവ് താനിരിക്കുന്ന ദേഹത്തിനെ ഹത്യ ചെയ്യാണ്. ആത്മാ ജാനती है शरीर के कारण आत्मा को दुख होता है इसलिए उनको छोड़ना चाहते. ആത്മാവിനറിയാം ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ദുഃഖിക്കുന്നത്. ആത്മാവ് ആ സമയത്ത് പൂർണ്ണമായും ദേഹാഭിമാനത്തിലാണ്. ഞാൻ ആത്മാവാണെന്ന് വിചാരമുള്ളവരാരും ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പൊ ബാബ പറയാണ് അതുകൊണ്ട് ഈ ശരീരമാണ് ദുഃഖത്തിന് കാരണം എന്ന് വിചാരിച്ചിട്ട് അതിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാം. തുമാരി ആത്മാ ജാനത്തി ഹേ കി അഭി ഹം ദുഃഖദാമേ ഹി. നമ്മുടെ ആത്മാവിനറിയാം ഇപ്പോൾ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ദുഃഖദാമത്തിലാണ്, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. ഏത് ശരീർ ബി പുരാന ഗാർഹി, എല്ലാവരുടെയും ശരീരത്തിനും രോഗങ്ങളുണ്ട്. കർജനയിൽ ഇത് പഴയ വീടാണ്. ബാബാനെ സമച്ചായ ഹേ ഇത് അകാൽ തഖ്ത് ഹേ ജോ ഛോഡ്കർ ഫിർ ദൂസരാ ലേനാ ഹോത്താ ഹേ. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ ശരീരം വെച്ചാൽ ഒരു അകാല സിംഹാസനം, ഈ സിംഹാസനം ഉപേക്ഷിച്ചിട്ട് നമുക്ക് വേറെ എടുക്കാം. തത്വക്കെ ബദലെ ഘർ കഹനട്ടിക്ക്. അവർ ഈ സിംഹാസനം എന്ന് പറയുന്നതിന് പകരം വീടെന്ന് പറയുന്നതാണ് ശരി. ഘർമേ കിടക്കിയാം ആദി ഹോത്തി ഹി ഇസ്ലിയെ ശരീർ കോ ഘർ കഹാ ജാതാ ഹൈ. ഒരു വീടെന്ന് പറയുമ്പോൾ അതിന് ഈ ജനലൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ശരീരത്തിനും ജനലുണ്ട്, അല്ലെ, അതുപോലെ കണ്ണും മൂക്കും നാക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ധാരാളം പുറത്തേക്ക് കടക്കാനുള്ള ധാരാളം വാതിലുകളുണ്ട്. തത്വക്കെ ഊപ്പർ രാജായി കിച്ചാൻ, സിംഹാസനം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് രാജ്യം ഭരിക്കാം. ഈ സമയത്തോ ദുഃഖദാം ഹേ ആം യഹ് ജരൂർ ആത്മാ കോ ഘർ അർത്ഥാത് നയേ ശരീർ മേ ബൈഠ ഫിർ സിംഹാസൻ പർ ബൈഠ ജാനാ ഹൈ. ഈ സമയത്ത് ഇത് ദുഃഖദാമങ്ങൾ. തീർച്ചയായിട്ടും ആത്മാവ് തന്റെ വീട്ടിൽ ആ പുതിയ ശരീരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കും. രാജായി കർണേ ഹേ, രാജ്യം ഭരിക്കും. दुनिया में ऐसा तो कोई नहीं जिसको बाप से राजाई मिलती. जब तक बाप न आए तब तक बादशाही कैसे मिली. ഈ ലോകത്ത് ആരും തന്നെ ഭഗവാനിൽ നിന്ന് രാജ്യം മേടിച്ചിട്ടില്ല. ബാബ പറയണു ഞാൻ വരാത്തടത്തോളം എങ്ങനെ ആ രാജ്യം കിട്ടാനാണ്. തും ജാനത്തെ ഹോ ബാബ ഹംകോ ഷഹൻഷാഹ് ബനാനെ ആയാ ഹുവ. നമുക്കറിയാം ബാബ വന്നിരിക്കുന്നത് നമ്മളെ രാജാക്കന്മാരുടെയും രാജാവാക്കാനാണ്. ജൈസെ രാജാവും സെ മഹാരാജായും ബഡേ ഹോത്തെ ഹേ ന. രാജാക്കന്മാരെക്കാളും വലുത് മഹാരാജാക്കന്മാരാണ്. तो बाबा कहते हैं तुमको രാജാവും का രാജാ ബനായ ജാതാ. അപ്പോൾ ബാബ നമുക്ക് പറഞ്ഞു തരാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രാജാക്കന്മാര് പോലും പൂജിക്കുന്ന, ആദരിക്കുന്ന, വണങ്ങുന്ന രാജാവാക്കാൻ വേണ്ടിയിട്ടാണ്. തുമാരി ആത്മാ ജാനത്തി ഹേ യഹ് പുരാന ഘർ ചോടന. നമ്മുടെ ആത്മാവിനറിയാം ഈ പഴയ ദേഹം വിട്ടുകൊണ്ട് സമയമായി. ദേഹത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകാതെ പുതിയ രാജ്യം ഭരിക്കാൻ പറ്റില്ല. ആത്മാക്കോ പഹലെ സദോപ്രധാൻ ഘർ മിൽത്ത. ആത്മാവിനെ സൃഷ്ടിയിൽ ആദ്യം കിട്ടുന്നത് സദോപ്രധാനമായ ഒരു വീടാണ്. സദോപ്രധാൻ ഗുണവാൻ ആത്മാഹിത്വ ശരീർ ബി ഐസേ ഹി സദോപ്രധാൻ മിൽത്താ ഹി. ഈ ആത്മാവ് സദോപ്രധാനവും ഗുണവാനുമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ദേഹം, സദോപ്രധാനമായ ദേഹമായിരിക്കും ആ ആത്മാവിന് കിട്ടും. ആത്മാ സമച്ചിത്തേ ഹേ കൈസേ ഹം ആത്മാക്കോ ഘർ മിൽത്താ ഹി. ആത്മാവിന് ഇപ്പോൾ മനസ്സിലായി നമ്മൾ ആത്മാക്കൾക്ക് എങ്ങനെയാണ് വീടൊക്കെ കിട്ടുന്നത്. പൂഞ്ച് പവിത്ര ആത്മാവും കോ ശരീർ ബി ഐസേ ഹി മിലെ.
ഉയർന്ന പവിത്ര ആത്മാക്കൾക്ക് അതുപോലുള്ള ദേവാത്മാക്കൾക്ക് അതുപോലുള്ള ദേഹമായിരിക്കും കിട്ടുന്നത്. പാവൻ ബനേങ്കത്തോ പാവൻ ഘർ മിലേഗ ജരൂർ. പാവനമാകുമെങ്കിൽ പാവനോ തീർച്ചയായിട്ടും പാവനമായി വീഴുന്നു. ജബ് പാവൻ ബനാനെ വാല ആയേ തബ് തോ ഹം പാവൻ ബനെ. ഈ പാവനമാക്കാനുള്ള ആൾ വന്നാലല്ലേ നമുക്ക് പാവനമാകാൻ പറ്റുള്ളൂ. ആ ആള് വരുമ്പോഴാണ് നമ്മൾ പാവനമാകുന്നത്. അപ്പോൾ നമുക്ക് പാവന ദേഹം കിട്ടും, പാവന ലോകം കിട്ടും, പാവന രാജ്യം കിട്ടും, പാവന സിംഹാസനം കിട്ടും, എല്ലാം പാവനമായിരിക്കും. പക്ഷെ ഇപ്പോൾ ബാബ പറയുന്നത് ഒരു ദുഃഖധാമമാണ്. ഖുദ് കഹത്തെ ഹെ ബച്ചെ തും യാദ് കർത്തേ തെ അബ് മേം ആയാ ഹൂം. സ്വയം ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിച്ചിരുന്നു, ഇപ്പോ ഞാൻ വന്നിട്ടുണ്ട്. കൽപ്പ കൽപ്പ ഈ ശരീരമേം ആക്കർ ഏത് യജ്ഞരചിതാഹും. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ ഈ ദേഹത്തിൽ വന്നിട്ട് യജ്ഞം രചിക്കും. ഇൻകാ നാം ബ്രഹ്മ രഖന പഠിത്താഹെ ഇൻകോ അഡോപ്റ്റ് കിയാ ജാ. ഈ ഞാൻ വന്നിരിക്കുന്ന ദേഹത്തിന്റെ പേര് ബ്രഹ്മാവെന്ന് വെക്കേണ്ടത്. ഇതിന് ഞാൻ ദത്തെടുക്കാണ് ചെയ്യുന്നത്. ഗൃഹസ്ഥ വ്യവഹാരമേം രഹത്തെ തുമ്നെ ബുദ്ധി സെ സബ് കുछ പുരാനി ചീസോं का സന്യാസ് കർ अपने को ആത്മനിശ്ചയിക്കേ. ബാബ പറയാണ്, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ബുദ്ധി കൊണ്ട് ഈ പഴയ സാധനങ്ങൾ, പഴയ ബന്ധങ്ങൾ, പഴയ സാധനങ്ങൾ, പഴയ വീട് എല്ലാം നമ്മൾ ത്യജിച്ചിട്ട് സന്യസിച്ചിട്ട് നമ്മളിപ്പോ എന്താണ്, സ്വയം ആത്മാവാണെന്ന് നമ്മൾ നിശ്ചയിച്ചു. ആത്മാവിന് ഇഹലോകത്തൊന്നുമില്ല. ആത്മാവാണ്. ആത്മാവിന് വേണ്ടത് ഇതൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ സന്യസിച്ചു. അപ്പൊ ഈ ജീതേജി സബ് സംബന്ധ തോടനെ പറഞ്ഞു, ജീവിച്ചിരിക്കെ, മരിച്ചാലെല്ലാം ഓട്ടോമാറ്റിക്കലി വിട്ടുപോകും. പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കെ സംബന്ധങ്ങളെല്ലാം വിടണം. ബാബ കഹത്തെ ഹെ തുമേം ഇസ് പുരാനി ദുനിയാമേം രഹന നഹി. ബാബ പറയാണ്, നിങ്ങൾക്ക് ഇനി പഴയ ലോകത്ത് വസിക്കണ്ട. അതുകൊണ്ട് ഈ പഴയ ലോകത്ത് നാമം മാത്രമായി നമ്മൾ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? ബാക്കി കർമ്മങ്ങൾ ചെയ്യാനും പിന്നെ നമ്മൾക്ക് പുരുഷാർത്ഥം ചെയ്യും. समझाया जाता है हमारी एम ऑब्जेक्टिव है नर से नारायण व मनुष्य से देवता बनना व स्वर्ग के बादशाही बन. ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? നരനിൽ നിന്നും നാരായണനാകും, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും ദേവതയാകും, അതായത് സ്വർഗത്തിന്റെ രാജ്യം നേടും. यह भी समझाया है कि മനുഷ്യ സൃഷ്ടി ഏക ഹി ഹെ ജോ ചക്ര ലഗത്തെ ഹെ ഇൻകോ ഝാड़ भी कहते हैं. ഇതും ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സൃഷ്ടി ഒന്നേ ഉള്ളൂ, മനുഷ്യ സൃഷ്ടി ഒന്നേ ഉള്ളൂ. അത് പഴയതും പുതിയതാവും. ഇനി സ്വർഗത്തിൽ പോകാന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകാനൊന്നുമില്ല. ഇവിടെ തന്നെ ഇത് മാറി മറിഞ്ഞു വരും. ഇതിന് വൃക്ഷം എന്ന് പറയും. ബെഡേക്കെ ജാഡിസെ ബേണ്ടിക്ക് ജാതി. ഇതിനെ പേരാലുമായിട്ട് ഉപമിക്കാറുണ്ട്. ഉൻകി ആയു ബഹുത് ബഡി ഹോത്തി ഹി യഹ് ജാഡ് ജബ് നയാ ഹെ തബ് ഹം ദേവതായി ഭി രഹത്തെ. ഈ പേരാലിന് ആയുസ് വളരെ കൂടുതലാണ്. ബാബ പറയാണ്, ഈ വൃക്ഷം തുടക്കത്തില് പുതിയതായിരുന്നപ്പോൾ ദേവതകളായിരുന്നു. അശ്വം എന്ന് പറഞ്ഞാൽ ദേഹമാണ്, അശുദ്ധം. കുതിര എന്നാ പറയുന്നത് ദേഹം. കുതിരയെ കെട്ടിയിടുന്ന സ്ഥലമാണ് അശുദ്ധം. അപ്പൊ ഈ അശുദ്ധം ബാബ പറയണ ആദ്യം തുടക്കത്തിൽ ഇവിടെ ദേവതകളായിരുന്നു. അഭിത്തോ പുരാന ഹോ ഗയാ ഹെ. ഇപ്പോൾ ഈ വൃക്ഷം പഴയത്. ഇസ്മേ സബ് ഗരീബ് ഹെ പൈ പൈസക്ക വ്യാപാർ കർത്തെ. ഇവിടെ എല്ലാവരും ദരിദ്രരാണ്. ഇവിടെ ബാബ പറഞ്ഞു, വെറും ചില്ലി പൈസയുടെ വ്യാപാരം. അഭിത്തും ബച്ചെ ജ്ഞാനരത്നം കാ വ്യാപാർ കർത്തെ. ഇപ്പോൾ കുട്ടികൾ ബ്രാഹ്മണർ എന്താ ചെയ്യേണ്ടത്? ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്യണം. ബാബാസെ രത്നസെ അവരും ദേത്തെ. ബാബയിൽ നിന്ന് രത്നങ്ങൾ വാങ്ങണം, എന്നിട്ട് നമ്മൾ അത് കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് വിൽക്കണം. അബ് തുമാരി ശ്രേഷ്ഠ ഹീരെ ജൈസി ബുദ്ധി ബനത്തെ. ഇപ്പോൾ നമ്മുടെ ബുദ്ധി ശ്രേഷ്ഠ വൈരതുല്യ ബുദ്ധിയായി. തുമാര വ്യാപാർ ഹി ഹെ ജ്ഞാനരത്നം കാ. നമ്മളുടെ വ്യാപാരം തന്നെ എന്താണ്? സംഗമത്തിൽ ബ്രാഹ്മണരുടെ വ്യാപാരം ജ്ഞാനരത്നമാണ്. ജ്ഞാനരത്നം കെ ബാദ് വഹി രത്നം ഭി തുമക്കോ അദാഹത്തെ. ഈ ജ്ഞാനരത്നങ്ങൾക്ക് ശേഷം ബാബ പറയണു, ആ രത്നങ്ങൾ നിങ്ങൾക്ക് ധാരാളം കിട്ടും. അതേത് രത്നങ്ങളാണ്? അല്ലെ, സത്യത്തിലും സ്വർഗത്തിലും കണ്ടമാനം ബാഹ്യരത്നങ്ങളായി, ബാഹ്യലോകത്തിലെ രത്നങ്ങളുണ്ട്. ഈ രത്നങ്ങൾ വ്യാപാരം കഴിയുമ്പോഴാണ് ആ രത്നങ്ങളുടെ പൗഴങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ പോകും. ഗായ ഹുവാ ഭി ഹെ സാഗർ ഹീരെ ജവഹരം കി ധാലി അല്ലെ തുമാരെ ആകെ ഭേണ്ട രഹത്തെ. ഇങ്ങനെ ഒരു മഹിമയുണ്ട്. ഈ സാഗരം വൈരങ്ങളുടെയും പവിഴങ്ങളുടെയും സഞ്ചി നിറച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടു വെച്ചു. തും അബ് പഠായി അവർ പഠാനെ വാലേക്കോ ജാൻ കെ. ഇപ്പോൾ നമ്മൾ പഠിത്തവും മനസ്സിലാക്കി, പഠിപ്പിക്കുന്ന ആളെയും മനസ്സിലാക്കി. ബരോബർ ഹമാരാ പരമപിത പരമാത്മാ ജ്ഞാന രത്നം കാ സാഗർ ഹി ജിൻകോ രൂപ ബസന്ത് ഭി കഹാ ജാതാ. അപ്പൊ ഈ സാഗരൻ രത്നങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനത്തിന്റെ രത്നങ്ങൾ ഏത് സഞ്ചിയാണ്? ബുദ്ധിയാവുന്ന സഞ്ചിയിൽ നിറച്ചു തരാം. ബാബ പറയാണ്, ബാബ ജ്ഞാന യോഗ സ്വരൂപനാണ്. ആത്മാ ജ്ഞാന രത്നം കാ മുഖസേ വർണ്ണൻ കർത്തേ. അപ്പോൾ ഈ ജ്ഞാനം നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും? ബാബ പറയണം, ആത്മാവ് വായിലൂടെ കൊടുക്കണം. വായിലൂടെ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധിയിലേക്ക് കയറും. അപ്പൊ ബാബ പറയണം, ജ്ഞാനം വർണ്ണിക്കണം. തുമാര ധന്ദാഹി യഹ്. യഥാർത്ഥ ബ്രാഹ്മണരുടെ ജോലി ഇത് തന്നെയാണ്. തും അമൃതവേള ജ്ഞാന രത്നം കാ ധന്ദ കരും.
അമൃതവേളയിൽ നമ്മൾ ഉണർന്നിട്ട് ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്യണം. ബാബയിൽ നിന്ന് രാവിലെ എടുക്കണം. ഇപ്പൊ മീനൊക്കെ വിൽക്കാൻ പോകുന്നില്ല, വെളുപ്പിന് 3 മണിക്കൊക്കെ പോകും, എന്നാലേ മീൻ കിട്ടുള്ളൂ, ഐസ് കിട്ടണം. അപ്പൊ അവർ വെളുപ്പിന് ആലോചിച്ച് നോക്കണം, നിസ്സാരമായ കാര്യത്തിൽ വെളുപ്പിനെ എഴുന്നേറ്റ് ഉറക്കം കളഞ്ഞ് പോകാണ്. ഉറക്കം കളഞ്ഞ് കടപ്പുറത്ത് പോയി കാത്തുകെട്ടി കിടന്ന് അല്ല കുറെ തെറിയും വഴക്കൊക്കെ ഉണ്ടാകും. എന്നിട്ട് മീൻ മേടിച്ച് ഐസ് ഫാക്ടറി പോയി ഐസ് മേടിച്ചിട്ടാണ് ബൈക്കിൽ വെട്ടി വിടുന്നത്, തിരുവല്ലവരേക്ക് വിറ്റ് പൈസ ഉണ്ടാക്കും. അപ്പൊ ബാബ പറയണു, അമൃതവേളയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാബയിൽ നിന്ന് ഈ ജ്ഞാനരത്നങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ നിറച്ചിട്ട് ബാബ പറയുന്നു സൈക്കിളോ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് നമ്മൾ പോകണം, ഇത് വിൽക്കാൻ. പ്രഭാത് അച്ചി ഹോത്തിക്ക്, പ്രഭാത സമയം വളരെ നല്ലതാണ്. കഹത്തേക്ക് രാമനാമ സിമര് പ്രഭാത് മോരം. ഭക്തിയിൽ ഇങ്ങനെ പറയാറുണ്ട്, പ്രഭാതത്തിൽ എന്റെ മനസ്സിൽ നീ രാമനാമം ഓർമ്മിക്കാൻ പറയും, സ്മരിക്കാൻ പറയും. ഏഹ് ആത്മാവിനെ കഹന, ആ പറഞ്ഞത് ആത്മാവല്ലേ. മൻ ബുദ്ധി ആത്മാമേഹെ, നമ്മുടെ മനസ്സ് ബുദ്ധി അത് ആത്മാവിലിരിക്കുന്ന ഒരു സാധനമാണ്. മനുഷ്യ ദേഹാഭിമാന്യമേ രഹത്തെ തോ കഹത്തെ മൻ മേരാ ശാന്തി നഹിഹോ. ഈ ദേഹാഭിമാനികളായ മനുഷ്യരാണ് പറയുന്നത് എന്റെ മനസ്സിനൊരു ശാന്തി. അപ്പൊ അവരുടെ മനസ്സ് ആത്മാവിലാണ്. ആത്മാവ് ശാന്തമാണ്, ശാന്ത സ്വരൂപമാണ്. അപ്പൊ മനസ്സ് ആത്മാവിലാണെങ്കിലും അതിന് ശാന്തി കിട്ടും. മനസ്സ് പുറത്തേക്ക് പോയപ്പോഴാണ് അതിന് അശാന്തമായത്. ജൈസയ്ക്ക് ശരീരമേ മനക്കും, അവരെ വർത്താനം കേട്ട തോന്നും ശരീരത്തിലാണ് മനസ്സ്. പരന്തു ആത്മാ കാത്തേഹി മേരെ മനക്കോ ബുദ്ധിക്കോ ഞാൻ നഹി. ആത്മാവാണ് പറയുന്നത് എന്റെ മനസ്സിന് എന്റെ ബുദ്ധിക്ക് അതിനുള്ള അറിവില്ല. മുജെ ശാന്തി ചാഹി, എനിക്കിപ്പോൾ വേറെ അറിവൊന്നും വേണ്ട, പിന്നെ എന്ത് വേണം, എനിക്കിതിരി ശാന്തി തന്നാ. വഹ് അപ്പനേക്കോ ആത്മാ സമുച്ചിത നഹി, അവര് ഞാനൊരു ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നില്ല. ശാന്തവ അശാന്ത് ആത്മാ ഹോത്തി, ശാന്തമാകുന്നതും അശാന്തമാകുന്നതെല്ലാം ആത്മാവ് തന്നെ. ആത്മാ കഹത്തേഹി മേം അശാന്ത് ആത്മാഹു മേം ശാന്ത് ആത്മാ. ആത്മാവാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു അശാന്ത ആത്മാ, ഞാനൊരു ശാന്ത ആത്മാ. അപ്പോൾ അശാന്ത ആത്മാക്കളെ ബാബ പറയണു ആത്മജ്ഞാനം കൊടുത്ത് ശാന്ത ആത്മാക്കളാക്കണം. ദേഹ അഭിമാൻ വാല കഹേഗ ഹമാരെ മൻകോ ശാന്തി കൈസെ മിലെ. ഈ ദേഹാഭിമാനികളാണ് പറയുന്നത് എന്റെ മനസ്സിനെങ്ങനെ സമാധാനം. മൻ ക്യാ ഹെ, ബാബയ്ക്കിനെ മനസ്സെന്താ? വഹബി സമുച്ചിത നഹി, അതുമാർക്കും അറിയാൻ പാടില്ല. എത്രയോ മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്, മനസ്സെന്താന്ന് അവർക്ക് പിടികിട്ടിയിട്ടില്ല. അവരത് ബ്രെയിനിന്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് മരുന്നൊക്കെ കൊടുക്കും. ആത്മാക്കാ സ്വധർമ്മ ശാന്തി, ബാബ പറയാണ് ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ്. പകലെത്തോ ആത്മാക്കോ ജാനനപ്പെടെ, ആദ്യം ആത്മാവിനെ മനസ്സിലാക്കും. ഏത് ശരീർ തുമാരെ ഓർഗൻസ്, ഈ ശരീരം ആത്മാവിന് കർമ്മം ചെയ്യാനുള്ള ഉപകരണമാണ്. ഇൻസെ ചാഹിയ കാമലോ ചാഹിയ സ്വധർമ്മം, ഇതുകൊണ്ട് വേണമെങ്കിൽ കർമ്മം ചെയ്യാം, അല്ല കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു കുറെ സമയം മാറി ധ്യാനിച്ചുകൊണ്ടിരിക്കും, ആത്മധ്യാനം ചെയ്യണം, പരമാത്മധ്യാനം ചെയ്യണം, പരംധാമം ധ്യാനം ചെയ്യണം. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നാലും കുഴപ്പമാണ്, ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പം. ജോലി ചെയ്യണം, നമ്മൾ മെഡിറ്റേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അലസത പിടിച്ചാൽ ആത്മീയത പോകും. അതുകൊണ്ട് ബാബ പറഞ്ഞു എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും രജോ ഗുണമുള്ളത്, മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും, ബാലൻസ് ചെയ്ത് പോയിക്കോളും. സന്യാസി ബി ഇസ് ബാത്ത് കോ നഹീം ജാനത്തെ വഹ് തോ കഹ ദേത്തെ ആത്മാസോ പരമാത്മ പരമാത്മാസോ ആത്മ. സന്യാസികൾക്കും ഈ കാര്യങ്ങൾ അറിയില്ല. അവരെന്താ പറയുന്നത്? ആത്മാവ് തന്നെ പരമാത്മാവ്, പരമാത്മാവ് തന്നെ ആത്മാവ്. അപ്പൊ പിന്നെ നമുക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമാണ്, ദൈവത്തിന് സമാധാനമില്ല. അപ്പൊ പിന്നെ ദൈവത്തിന് എങ്ങനെ സമാധാനം കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് അവർക്കൊന്നും അറിയാൻ പാടില്ല. പരന്തു താക്കത്ത് കൈസേ മിലെ ജോ ശാന്തിമേ രഹസ്യം. ഈ ഞാൻ പരമാത്മാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എവിടെ നിന്ന് ശക്തി കിട്ടും എനിക്കൊന്ന് ശാന്തമാകാം? ജബ് ബാബുക്കോ യാദ് കരേൻ തബ് ഹി താക്കത്തുണ്ട്. ഞാൻ പരമാത്മാവാണെന്ന് പറഞ്ഞാൽ പിന്നെ പരമാത്മാവിനെ എങ്ങനെ ഓർമ്മിക്കും? ബാബു പറഞ്ഞു പരമാത്മാവിനെ ഓർമ്മിച്ചാലേ ശക്തി കിട്ടുള്ളൂ. സിർഫ് ശാന്തി സേ ഭി കൊയ് ഫായ്ദ നഹി, കേവലം ശാന്തി കൊണ്ട് മാത്രം നേട്ടമൊന്നുമില്ല. വഹ് സമച്ചിത്തെ ഹി ഹം ആത്മാസോ പരമാത്മാ, ഹം ആത്മാ പരമാത്മാ കെ ലോകമേം ചലി ജായേങ്കി അവർ കുച്ച് ഭി നഹീം ജാനത്തെ. അവര് പറയുന്നത് നമ്മൾ ആത്മാവ് പരമാത്മാവാണ്, നമ്മൾ ആത്മാവ് ആ പരലോകത്തിലേക്ക് പരമാത്മ ലോകത്തിലേക്ക് നമ്മൾ പോകും. വേറെ അവർക്കൊന്നും അറിയാൻ പാടില്ല. പുനർജന്മക്കോഹി ഭൂൽ ജാതി, അപ്പൊ പിന്നെ പുനർജന്മം അതും മറന്നു. 84 ജന്മം കി ഭൂൽ ജാത്തെ, 84 ജന്മങ്ങളും മറന്നു. ബാബ സമ്മുഖ സമച്ചാത്തെ തും സമച്ചിത്തെ ഹോക്കി അഭി ഹമേം ബാബയ്ക്ക് ഗലേക്കാ ഹാർദന. ബാബ നമുക്ക് മുന്നിലിരുന്ന് സമ്മുഖത്തിലിരുന്ന് ഈ കാര്യങ്ങൾ ദൈവം നമ്മളെ സമ്മുഖത്തിലിരുത്തി പഠിപ്പിക്കും. ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ബാബയുടെ കഴുത്തിലെ മാലയാകും. ഹം അസുൽ ഉസ് ബാബയ്ക്ക് ഗലേക്കാ ഹാർദെ, നമ്മൾ ശരിക്കും ആ ബാബയുടെ കഴുത്തിൽ പരന്താമത്തിൽ ബാബയുടെ രുദ്രന്റെ കഴുത്തിലെ രുദ്രാക്ഷമാലയിലെ കുത്തുകളായിരുന്നു. അബ് നാടക പൂരാ ഹോത്താഹി, ഇപ്പോൾ ബാബു പറയണു ഇവിടുത്തെ നാടകമൊക്കെ കഴിഞ്ഞു. നാടകമേം ആക്ടർ ഖേൽത്തെ ബി രഹത്തെ ഹി അവർ ടൈം ബി ദേഖത്തെ രഹത്തെ. ഒരു നാടകത്തില് ആക്ടേഴ്സ് കളിച്ചുകൊണ്ടിരിക്കും, സമയം നോക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകം തീർന്നിട്ട് വേണം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ. അബി നാടക പൂരാ ഹോത്താഹി ബാക്കി ഇത്തന ടൈം, അപ്പോൾ അവർക്ക് മനസ്സിലാവും നാടകം തീരാറായി, ഇത്രയും കൂടി സമയം കൂടി ഉള്ളു. टाइम पूरा हुआ, सब एक्टर आकर खड़े हो जाते हैं, फिर ड्रेस बदली कर घर चले जाते हैं.
നാടകം കഴിയുമ്പോൾ എല്ലാ ആക്ടേഴ്സും വരും. അവര് ഡ്രസ്സ് മാറ്റും, എന്നിട്ട് അവര് വീട്ടിൽ ഹുബഹു തുമാരാബി ഐസാഹി പാത്ത്. അതേപോലെ തന്നെയാണ് ഈ മനുഷ്യ സൃഷ്ടി നാടകം. നമ്മൾ ബ്രഹ്മലോകത്തിൽ നിന്നും ഇവിടെ വന്നു. ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ട്? കാണാനും കേൾക്കാനും രുചിക്കാനൊക്കെയാണ്. അത് ഭൂമിയിലേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി പ്രകൃതി എന്ത് നൽകി? ദേഹമാകുന്ന ഒരു ഡ്രസ്സ് നൽകി. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഈ ഡ്രസ്സിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ബാബ പറയണു, നാടകം കഴിഞ്ഞു, ഡ്രസ്സ് അഴിച്ചു പോകും. ഡ്രസ്സ് ഭൂമിക്ക് കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ബാബ പറയാണ്, കുട്ടികളെ ഇപ്പൊ വീട്ടിൽ പോകണം. ബാബ ആയാഹി ലേനലി, ബാബ വന്നിരിക്കുന്നത് കൊണ്ടുപോകാനാണ്. ഏത് പ്രശ്നഹി നഹി മുടുത്ത ആത്മായം വഹം പൊങ്കിവാ നഹി. അപ്പൊ ഇനി ആത്മാക്കൾ അവിടെ ഉണ്ടാകുമോ? ബാബ പറഞ്ഞു, അങ്ങനെയുള്ള ചോദ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഹമാര കാമുകിയ വർസലന, അവിടെ ഇനി ആത്മാക്കൾ ഉണ്ടോ, വരികയോ? ബാബ പറഞ്ഞു, നമുക്ക് എന്താ ജോലി? ബാബയിൽ നിന്നും പഠിച്ച് സമ്പത്ത് എടുക്കുക എന്നുള്ളതാണ്. ജരൂർ ആത്മായെ ഹോങ്കി തബത്തോ ആത്തി രഹത്തി വൃത്തിക്കോ പാത്തി രഹത്തി. വേറെ ഭൂമിയിലെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആത്മാക്കൾ ബ്രഹ്മത്തിലുണ്ട്. വേറെ എവിടുന്ന വരുന്നത്? ബാബ പറയാണ്, ആത്മാക്കൾ അവിടെ ഉണ്ട്, അത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അബീബി ആത്തി രഹത്തി ഹേന തബത്തോ ബർത്ത് കൺട്രോൾ ആദ്യ കർത്തി. ഇപ്പോഴും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഗവൺമെന്റ് ദേഹബോധത്തിലല്ലേ. അപ്പൊ ഗവൺമെന്റ് നോക്കുമ്പോൾ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഒരു ബർത്ത് കൺട്രോൾ. ഇപ്പൊ റഷ്യയിലാണെങ്കിലോ ബർത്ത് ഡീ കൺട്രോൾ ആണ്. 10 കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ സമ്മാനം തരാമെന്നാണ്. അപ്പൊ ബാബ പറയാണ്, ഈ ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഇവർ ബർത്ത് കൺട്രോൾ. ആത്മാവംകോ വഹംസെ സ്റ്റേജ് पर आना ही ബർത്ത് കൺട്രോൾ ക്യാ കരേ. ആത്മാക്കൾക്ക് ആ അണിയറയിൽ നിന്ന് സ്റ്റേജിലേക്ക് വന്നേ മതിയാവും. പിന്നെ എന്ത് ബർത്ത് കൺട്രോൾ ചെയ്യാനാണ്? जो कुछ बची सूची ആത്മായും സബ് ആയെങ്കി ഇസ്ലിയെ തോ വൃത്തി ഹോത്തി രഹത്തി. അവിടെ അവശേഷിക്കുന്ന ആത്മാക്കള്, അവർക്കും പാർട്ടുണ്ട്. അണിയറയിൽ കുറച്ചു പേരും കൂടി ഉണ്ട്. അവരും കൂടി ഭൂമിയാവുന്ന ഈ നാടകവേദിയിൽ വരും. ഇവിടെ ഭൂമിയിലെ ജനസംഖ്യ കൂടും. വൃദ്ധി ഹോനി ഹേ ഹേ, ഇതിവിടെ എണ്ണം കൂടുക തന്നെ ചെയ്യും. एक तुम बच्चों को पता ही जो कुछ पिछाड़ी वाले रहे हुए होंगे वह आते जाएंगे जैसे मच्छर देखो रात को आए और सुबह को देखो तो सब मरे हुए होंगे. ബാബ പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, അവശേഷിക്കുന്ന ആത്മാക്കളും കൂടി താഴേക്ക് വരും. ബാബ പറഞ്ഞു, അവർക്ക് എന്ത്? അവർക്ക് ആകെ ഒരു ജന്മം, ഈ ലാസ്റ്റ് ഒരു സ്വല്പം അനുഭവിക്കാനുള്ള. അവർക്ക് വലിയ ദുഃഖമൊന്നും ഉണ്ടാവും. സ്വല്പം പണം, സ്വല്പം നല്ല ഒരുവിധം പണവും പ്രശസ്തിയും അല്ലെ, ഒരുവിധം സമാധാനമൊക്കെ അവർക്ക് ഉണ്ടാവും. അവർ വളരെ ഇതായിരിക്കും, പോളിഷ് ആയിരിക്കും. കാര്യം അവരുടെ ഫസ്റ്റ് ബർത്തിൽ കുറച്ച് സൂഹിക്കാൻ വന്നതാണ്. അവർക്ക് ഈ തല്ലു പിടിച്ചും കരഞ്ഞും പിടിച്ചൊന്നും സമയം കളയാനില്ല. കുറെ ജന്മങ്ങൾ എടുത്തവരാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ബഹളം വയ്ക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, അവരുടെ എന്തുവാ ഒരു ജന്മം. ബാബ പറഞ്ഞ, ഈ രാത്രി കൊതുക് ഉണ്ടാവും സന്ധ്യയ്ക്ക്, അത് രാത്രി നേരം വെളുക്കുമ്പോൾ ചത്തുപോകും. അതേപോലെ ഒന്ന് വന്നു കുറച്ച് അനുഭവിച്ചു പോകാൻ. ബാബ അതുപോലെ 84 ജന്മങ്ങൾ ഓൾറൗണ്ട് പാർട്ട് ഓഫ്. പരന്തു ഉനക്കാ കൊയ് ഹിസാബ് കിതാബ് തോടെ ഹി. പക്ഷെ അവർക്ക് വലിയ കർമ്മക്കണക്കൊന്നുമില്ല. യഹ് ജോ ബഡേ ബഡേ സയൻസ്ദാൻ ഹെ വഹ് കിത്തന മാതാ മാർത്തെ രഹത്തെ കോജ് കർത്തെ രഹത്തെ. ഈ വലിയ വലിയ സയന്റിസ്റ്റുകൾ ഉണ്ടല്ലോ, അവര് തലയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇതൊക്കെ എന്താണ് ഈ ലോകം എന്നുള്ളത്. ജയ്സെ ജ്ഞാനിക്ക് ഊഞ്ചായി ഹേത്തോ മായാബി കണ്ണഹി. ഈ ജ്ഞാനം കൂടി വരും. അവരുടെ മായ ഒട്ടും കുറവല്ല. ദേഹോ ആസുര്യ മത പർ ക്യാ ക്യാ ബനാ രഹാ. നോക്കൂ, ആസുര്യ മതത്തില് ആൾക്കാർ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ശ്രീമത്ത് ക്യാ കാത്തെ ഹെ അവർ സയൻസ് വാലെ ക്യാ കർത്തെ രഹത്തെ ഹെ സുഖ ഭി ഹെ തോ ഇൻ ചീസോം സെ വിനാശ് ഭി ഹോനാ. ബാബയുടെ ശ്രീമത്ത് എന്താണ്? സയന്റിസ്റ്റുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാബ പറയണു, അവര് കുറച്ച് സുഖം നൽകും, പക്ഷെ അവരുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് തന്നെ വിനാശവും വലിയ ദുഃഖവും വരും. അപ്പൊ ഈ സയന്റിസ്റ്റുകളൊക്കെ അവർ വന്നിട്ട് ബാബ പറഞ്ഞു, കുറച്ച് സുഖത്തിന്റെ സാധനങ്ങൾ മൊബൈൽ ഉണ്ടാക്കി തരും, അതുണ്ടാക്കി തരും, ഇതുണ്ടാക്കി തരും, ഇന്റർനെറ്റ് മറ്റത് മറിച്ച് എല്ലാം വീട്ടിലിരുന്ന് അനുഭവിച്ചോളാം, നിങ്ങൾ കഷ്ടപ്പെടാനും പോകണ്ട. ബാബ പറഞ്ഞു, അവസാനം അതൊക്കെ വെച്ചിട്ട് അവർ ബോംബ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊന്നു. സയൻസ് അവർ സൈലൻസ്. അതുകൊണ്ട് ലോകത്തെ 2 ശക്തികളുണ്ട്, സയൻസും സൈലൻസും. തും സദൈവ് ബാബ്കോ യാദ് കർത്തെ രഹത്തെ ഹോ സൈലൻസ്. അപ്പൊ ഈ സമയത്ത് സയൻസ് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, സാധനങ്ങൾ കുമിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അവർ കൂടുതൽ അതിന്റെ പുറകെ പോകും. സേവനത്തിന് വേണ്ടി അത്യാവശ്യം ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. ബാബ പറയാണ്, നമ്മൾ സദാ ബാബയെ സൈലൻസിൽ ഓർക്കും. ഉൻകോ ഫിർ സയൻസ് കാ കിത്തന ഗമണ്ട്. അവരിങ്ങനെ കണ്ടമാനം സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർക്ക് എന്തൊരു അഹങ്കാരമാണ്. കിത്തന എയറോപ്ലെയിൻ, ബാരൂദാദി, വിമാനങ്ങളും വെടിക്കോപ്പുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. സയൻസ് പർ സൈലൻസ് കി വിജയ് ഹോ. ഈ സയൻസിന്റെ മുകളില് സയൻസ് വിജയം തരും. സാധനങ്ങളുടെ മുകളില് ബാബ സാധന ജയിക്കും. ഹിംസയുടെ മുകളില് അഹിംസ ജയിക്കും. ബാബ പറയാണ്, ഭോഗബലത്തിന്റെ മുകളില് യോഗബലം ജയിക്കും. സയൻസിന് കീഴടക്കും. കൈ കാത്തേഹി മൻ ജീത്തേ ജഗത് ജിത്ത് പരന്തു മായാ ജീത്തേ ജഗത് ജിത്ത് കാസാൻ. ചിലര് പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സിനെ ജയിച്ചാൽ ലോകത്തെ കീഴടക്കും. പക്ഷെ ബാബ പറയാണ്, മായയെ ജയിച്ചാൽ ലോകത്തെ കീഴടക്കും. മനസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ദൈവത്തെ ഓർമ്മിക്കുന്ന മനസ്സാണ്. അപ്പൊ സങ്കല്പങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബാബ പറഞ്ഞു, ഇഹലോക ചിന്തകൾ മായ, അതിനാണ് ജയിക്കും. ആത്മാ അശരീരി ഹോ പാക്കെ പാസ്
ബാബ കെ പാസ് ചലി ജായി. ആത്മാവ് അശരീരിയായി മാറി ബാബയുടെ അടുത്തേക്ക് അങ്ങ് പോകും. കഹത്തേഹി മന്മേ സങ്കല്പ വികല്പനായി. ആളുകൾ പറയാണ് മനസ്സിൽ ഒരു സങ്കല്പം പോലും വരും, സങ്കല്പമോ വികല്പമോ ഒന്നും വരും. ബാബ കാതെ എഹത്ത് ജരൂറായി. ബാബ തീർച്ചയായിട്ടും നല്ലതും വരും ചീത്തയും വരും. ഇപ്പൊ അതൊക്കെ വന്നുകൊണ്ടിരിക്കും. അവസാനം ബാബ നല്ല സങ്കല്പങ്ങൾ വന്ന് 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 സങ്കല്പരഹിതമായ ഒരു അവസ്ഥ കുറച്ചുണ്ടാവും. അപ്പോഴേക്കും ലോകത്ത് വിനാശം നമ്മൾ വീട്ടിൽ പോകും. ഇവിടെ ഒരു സങ്കല്പവും ഇല്ല, സംസാരവും ഇല്ല. മാമേകം യാതൊരു അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവർ എന്നെ മാത്രം ഓർമ്മിക്കും. ഹം ആത്മാ അപ്പനെ സൈലൻസ് ഹോം മുക്തിധാമം ജാത്തേ. നമ്മൾ ആത്മാക്കൾക്ക് നമ്മുടെ ആ സൈലൻസ് ഹോമിലേക്ക്, മുക്തിധാമത്തിലേക്ക് പോകണം. പിയർ ഘർ ജാത്തേ, അച്ഛന്റെ വീട്ടിലേക്ക് പോകണം. ഇന്നലെ ബാബ എന്താ പറഞ്ഞു? വീട്ടിലിരുന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും എന്ത് പറഞ്ഞു? മൗനമായിട്ടിരിക്കണം. പരന്ധാമത്തെ ഓർമ്മിച്ചുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ കർമ്മങ്ങൾ അങ്ങ് ചെയ്യണം. ബുദ്ധിമേം യഹി രഹത്താഹി ബാബ ആയാഹി ഹംകോ ലേ ജായെങ്കി. ബുദ്ധിയിൽ ഇതുണ്ട്, ബാബ വന്നിരിക്കുകയാണ് നമ്മളെ കൊണ്ടുപോകാൻ. ഗൈഡ് ബാബ ഹി ഹി, ഗൈഡ് ബാബ തന്നെയാണ്. കഹത്തെ ഹി മേരെ ലാഡിലെ ബച്ചി മീൻ തുമക്കോ സാത്തിലെ ജാവും. ബാബ പറയാണ്, എന്റെ ഓമന മക്കളെ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കൊയ്യനെ ബി ഘർക്കാ രാസ്ത നഹീം ദേഖാഹി. ആരും ആ വീട്ടിലേക്കുള്ള വഴി കണ്ടിട്ടില്ല. അഗർ ഏക്കനെ ദേഖാഹോ ബഹുത്ത് ദേഖിലെ. ഒരാൾ കണ്ടെങ്കിൽ ധാരാളം പേരെ കാണിച്ചു കൊടുത്തതിനാൽ കണ്ടേ. വഹ് ജാനാബിസിലാവും, അവർ പോകാൻ പഠിപ്പിക്കുകയും ചെയ്തേരെ. യഹംസെ മനുഷ്യ തങ്ക് ഹോക്കർ കാത്തേഹി ജായി. ഇവിടെ മനുഷ്യര് ക്ഷീണിച്ചു, അതുകൊണ്ട് പറയുന്നത് പോയി കിട്ടിയാൽ മതിയാണ്. സത്യമേ വൈസ്യതോടെ ഹി കാഹിങ്കെ. സത്യത്തിൽ അങ്ങനെയൊന്നും പറയത്തില്ല. സുഖദാം കോഹി സഭ യാത് കണ്ടത്, എല്ലാവരും ഓർമ്മിക്കുന്നത് സുഖദാമത്തെ. അങ്ങനെ നമുക്ക് എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നവരെ കൊണ്ടുപോകില്ല. അപ്പൊ ഇന്നലത്തെ വരദാനം എന്തായിരുന്നു? സ്ഥിരമായി ഇന്നലത്തെ വരദാനം എന്തായിരുന്നു? അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല. ദൈവം എന്നെ കൂടെ കൊണ്ടുപോകണേ, എനിക്ക് മതിയായി, മടുത്തു. ഇന്നലത്തെ വരദാനം എന്തായിരുന്നു? എന്തെല്ലാം പരീക്ഷകളും പ്രതിസന്ധികളും വന്നാലും ബാബ എന്താ പറഞ്ഞത്? മൗജ്മേ രഹന മുഞ്ചന രഹി, എപ്പോഴും സന്തോഷത്തിലായിരിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് വിചാരിക്കണം? ഈ സമയത്താണ് ഞാൻ മരിച്ചുപോയാൽ ആത്മാവിന്റെ ഗതി എന്തായിരിക്കും? പരന്ധാമത്തിലേക്കൊന്നും ആയിരിക്കില്ല അല്ലെ? ചിന്താകുഴപ്പത്തിലും ദുഃഖത്തിലും മരിച്ചാൽ ആത്മാവ് അതനുസരിച്ച് പോകേണ്ടി വരും. അപ്പൊ ബാബ പറഞ്ഞു, ഏത് സമയത്ത് എന്ത് വിചാരിക്കണം? ഞാൻ വിജയി ആത്മാവാണ്, ഞാൻ വിശേഷ ആത്മാവാണ്, ഞാൻ അമൂല്യ രക്തമാണ്. അവര് അങ്ങനെയുള്ളവര് ഒരു സെക്കൻഡ് പോലും പാഴാക്കില്ല. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും ബാബ പറയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കൂടി കൂട്ടി 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 കൊണ്ടുവരും. ചൂട് കൂട്ടി കൂട്ടി കൂട്ടുകയാണ്. അത് അവസാനം വലിയ പ്രതിസന്ധിയിൽ ചിരിക്കണം. അപ്പൊ ബാബ പറഞ്ഞ സത്യത്തിൽ ആരും ദൈവമേ എന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറയത്തില്ല. കാര്യം അവര് നല്ല സന്തോഷത്തിലാണ്. ബാബ ദ്വാപരന്മാരെ വിളി തുടങ്ങിയത്. ഇപ്പൊ ഭക്തരെല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, അങ്ങനെ കരയുന്നവരെ പരന്ധാമത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കരയുന്നവരെ ശിക്ഷ കൊടുത്ത് കൊണ്ടുപോകും. ചിരിക്കണം. ആത്മാവ് സന്തുഷ്ടമായാൽ മാത്രമേ സന്തുഷ്ടത്തിന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റൂ. ബാബ പറയാണ്, സത്യത്തിൽ ആരും എന്നെ കൊണ്ടുപോകണമെന്നൊന്നും പറയില്ല. ബാബ പറയാണ്, സുഖദാമത്തെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ബാബ കാതെ മേം സബ്കോലെ ജാവുങ്ക മച്ചുരം കെ സദൃശ്. ബാബ പറയാണ്, ഞാൻ എല്ലാവരെയും കൊണ്ടുപോകും. ഈ കൊതുകൾ പോകുന്നില്ല, അവരുടെ എല്ലാത്തിനും ഞാൻ പറത്തിക്കൊണ്ടു. വഹ സിർഫ് കഹദേത്തെ ബൗദ്ധിക്ക് ആത്മാ നിർവാണതാം കൈ. ബുദ്ധൻ മരിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ബുദ്ധന്റെ ആത്മാവ് നിർവാണതാമത്തി. നിർവാണത്തിൽ വാക്കില്ലാത്ത സ്ഥലം ബ്രഹ്മലോകത്ത്. അവൻ അത് വെറുതെ പറയും. അടുത്ത ബുദ്ധനെ സെലക്ട് ചെയ്യുന്ന ബുദ്ധന്റെ ആത്മാവിനെ ജാതകം വെച്ച് നോക്കി കണ്ടുപിടിച്ചിട്ടാണ്. ഇപ്പോഴും അവരങ്ങനെ ചെയ്യും. പിന്നെ ബുദ്ധന്റെ ആത്മാവ് എങ്ങനെ പോകും? അഗർ ബാക്കി ചലാഗയാത്തോ ബാക്കി സബ് എനിക്ക് ഇത്തനി വംശാവലി കൈസായി. ബാബ പറഞ്ഞു, അങ്ങ് ബുദ്ധൻ അങ്ങ് മുകളിലേക്ക് പോയെങ്കിൽ പിന്നെ ആ ബുദ്ധധർമ്മത്തിൽപ്പെട്ടവർ ഇങ്ങടേക്ക് എങ്ങനെ വരുന്നത്? ഈ വംശാവലി എങ്ങനെ, അവരുടെ ബുദ്ധന്മാരുടെ എണ്ണം കൂടി കൂടി വരുന്നത് എങ്ങനെ? പൊയ്യെ ജാൻ അഹിംസക്തേ, ആർക്കും ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റാം. ആദ്യം പോകുന്നത് ബ്രാഹ്മണർ തന്നെ. ബാബ പറഞ്ഞു, നിങ്ങളെ ആദ്യം കൊടുക്കും, ആദ്യം വന്നവർ ഞാൻ ആദ്യം കൊടുക്കും, അതിന്റെ പിറകെ ബാക്കിയുള്ളവർ വരും. അവിടെ ഇടയ്ക്ക് വെച്ച് അവര് പോയി, എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് പോയാൽ കിട്ടിയാൽ കൊള്ളാം, ഇവിടെ ജീവിക്കണ്ട. അവർ അതൊന്നും പറ്റില്ല. ജീവിക്കാൻ പഠിച്ച് നല്ല രീതിയിൽ ദുഃഖത്തിലൊക്കെ ചിരിക്കാൻ പഠിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയാൽ. മെയിം തോ ജാ സക്താഹും ന മെയിം ആതാഹിഹും ലേ ജാനേക്ക്. അവർ എനിക്ക് പോകാൻ പറ്റും, ഞാൻ വരുന്നത് തന്നെ കൊണ്ടുപോകാൻ. സത്യമേന്തോ കിത്തനെ ദോടെ ഹോത്ത്. സത്യത്തിൽ വളരെ കുറച്ച് മനുഷ്യരുള്ളൂ. ഈ സമയത്തോ ആത്മായും കിത്തനെ ആതാഹി. ഈ സമയത്ത് ആത്മാക്കൾ എത്രയാണ്? മച്ചുനോ സദൃശ്യന, കൊതുകുകൾ പെരുത്ത പോലെയാണ് മനുഷ്യർ പെരുത്ത. സബ്കോ ലേ ജാനാം ഏക ബാബുക്കാഹി കാമ്പി. എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകണം. അവരെ എല്ലാവരെയും കൊണ്ടുപോകും. അത് എന്റെ ഒരാളുടെ പണിയാണ്. അത് ബുദ്ധന്റെയും ക്രിസ്തുവിന്റെയും പണിയാണ്. അതൊക്കെ മക്കളാണ്. അവരുടെ ധർമ്മം സ്ഥാപിക്കാം. ആ ധർമ്മം നശിപ്പിക്കാനും ലോകത്ത് ധർമ്മം സ്ഥാപിക്കാനും അവരെ കൊണ്ട് പറ്റത്തില്ല. ബാബ കാത്തെ ഹെ മേരെ ഗലെ കാ ഹാർ ബനനെ സെ ഫിർ വിഷ്ണു കെ ഗലെ കാ ഹാർ ബനേങ്കെ. ബാബ പറയാണ്, എന്റെ കഴുത്തിലെ മാലയാകാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയാകാം. ഗിരേങ്കെ ബി പഹലെ, നിങ്ങൾ തന്നെയായിരിക്കും ആദ്യം വീഴുന്നത്. വഹ് പൂജാരി ബനത്തെ ഹി തബ് രാവൺ കെ ഗലെ കാ ഹാർ ബനത്തെ. അങ്ങനെ ദേവതകള് വീണ് പൂജാരികളായി മാറുമ്പോൾ അവര് പിന്നെ രാവണന്റെ കഴുത്തിലെ മാലയാകും.
ആഖിരിൻ ഏത് ഹാലത്ത് ഹോ ജാത്തി. അവസാനം ഇതായിരിക്കും ഗതി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വരും. തും ജനത്തെ ഹോ ഹം ആധാ കൽപ്പ സുഖമേം അവർ ആധാ കൽപ്പ ദുഃഖമേ രഹത്തെ ഹി. നമുക്കറിയാം നമ്മൾ അരകൽപ്പം സുഖത്തിലായിരിക്കും, അരകൽപ്പം ദുഃഖത്തിലായി. അപ്പൊ ദുഃഖത്തെ സ്വീകരിക്കണം. ഇന്നലെ ബാബ എന്താ പറയുക, 24 മണിക്കൂർ 12 മണിക്കൂർ പകലാവും, 12 മണിക്കൂർ രാത്രിയായിരിക്കും. അപ്പൊ ആ ദുഃഖം നമ്മൾ അങ്ങ് സ്വീകരിക്കണം. ഇനി ദുഃഖം കൂടും, കാര്യം ഇരുട്ട് കൂടി വരാൻ, ഒരു നേരം വെളുക്കും. रावण के गले का हार पहले पहले देवी देवता धर्म वाले बनते हैं, फिर और धर्म वाले आएंगे, वह भी रावण के गले का हार बने. ആദ്യം രാവണന്റെ കഴുത്തിലെ മാലയാകുന്നത് ദേവീ ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരാണ്. പിന്നീട് മറ്റു ധർമ്മങ്ങൾ വരാൻ തുടങ്ങും. അവർ വരുമ്പോൾ തന്നെ രാവണന്റെ കഴുത്തിലേക്ക് വന്നു വീഴും. അന്തുമേ സബി രാവൺ കെ ഗലേ കാ ഹാർ ബൻ. അവസാനം എല്ലാ ആത്മാക്കളും രാവണന്റെ കഴുത്തിലെ മാലയാണ്. ഏക ഡ്രാമ കാ ഖേൽ ഐസാ ബനാ ഹുവാ ഹെ ജോ സിവായ ബാപ് കെ ഔർ കൊയ് സമജ്ജാ ന സകേ. ഈ ഡ്രാമ അങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ബാബ പറഞ്ഞു ഇതൊക്കെ ബാബയ്ക്ക് അല്ലാണ്ട് വേറെ ആർക്കും പറഞ്ഞുതരാൻ ഈ രഹസ്യങ്ങൾ. പോയിന്റ്സ് ബഹുത്ത് മിൽത്തി ഹേ ന സമജ്ജാനെ കെ ലിയെ. ബാബ ധാരാളം പോയിന്റുകൾ എല്ലാം ബാബ പറഞ്ഞു തന്നിരുന്നു. എല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചില ആൾക്കാർ ചോദിക്കും, അപ്പൊ ഈ ആത്മാക്കളുടെ എണ്ണം എന്താ കൂടി കൂടി വരുന്നത്? അത് നമുക്ക് അറിയാൻ പാടില്ല. ഈ ആത്മാക്കൾ പരന്താമത്തിലുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്ത് ചെയ്യും? അപ്പൊ ദുഃഖങ്ങൾ എന്തുകൊണ്ട് ദൈവം ഉണ്ടായിട്ടും കൂടി കൂടി വരുന്നു? അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾ ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നക്ഷൽമേ കഹാ ജാത്താ ഹി ഏക് ബാപ് കോ യാദ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? എന്നെ മാത്രം ഓർമ്മ. പതിത് ദുനിയാക്കോ കൈസെ പാവൻ ബനാത്തെ ഹി और फिर गले का हार पहले पहले कौन बनते ही एक ബുദ്ധി മേ രഹനാ ചാഹി. പതിത ലോകം എങ്ങനെ പാവന ലോകമാകും? ആരെ ആദ്യം ബാബയുടെ കഴുത്തിലെ മാലയാകും? ഇതെല്ലാം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബരോബർ ഹം അസുൽ മേം അപ്പനെ ബാബു കെ ഗലെ കി മാല ഹി ഫിർ ബാബ ഹംകോ സൂര്യവംശി ചന്ദ്രവംശി ബനാത്തെ ഹി. നമ്മള് യഥാർത്ഥത്തിൽ ബാബയുടെ കഴുത്തിലെ മാലയാണ്. നമ്മൾ ആദ്യം അവിടേക്ക്, എന്നിട്ട് ബാബ നമ്മളെ സൂര്യവംശ ചന്ദ്രവംശത്തിലേക്കാക്കി മാറ്റും. ഫിർ രാവൺ കാ രാജ് ഹോത്ത. ദ്വാപരത്തിൽ രാവണ രാജ്യം ആരംഭിക്കും. ഏക സൃഷ്ടി കാ ചക്ര കൈസേ ഫിർത്താ ഹി തും ജാനത്തെ ഹോ നമ്പർ. ഈ കാലചക്രം, സൃഷ്ടിചക്രം എങ്ങനെയാണ് തിരിയുന്നത് അത് കുട്ടികൾക്ക് അറിയാം, പക്ഷെ എല്ലാവരും ഒരുപോലെ ഒന്നും അറിയുന്നില്ല. സ്കൂൾ മേ സബ് സബ്ജക്ട് മേ 100 മാർക്സ് തോ കോയി നഹീ ലേതാ ഹൈ. സ്കൂളിലെ എല്ലാ വിഷയത്തിലും 100 മാർക്ക് അങ്ങനെ കിട്ടാൻ പാടാണ്. കോയി ഏക സബ്ജക്ട് മേ 100 മാർക്സ് മിൽ സക്തി. ഒരു വിഷയത്തിനൊക്കെ 100 മാർക്ക് മേടിക്കാം. ഇസ്മേ ഭി മാർക്സ്, ഇവിടെ 4 വിഷയത്തിന് മാർക്കുണ്ട്. ദൈവിക ഗുണം ധാരൺ കർണ കിതനി ബഡി സബ്ജക്ട്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. 4 വിഷയത്തിൽ ഒരു വിഷയം, എത്ര വലിയ വിഷയമാണ്. ഇന്നലെ ബാബ പറഞ്ഞ ദൈവിക ഗുണം എന്തായിരുന്നു? ക്രോധിക്കരുത് അല്ല ഇന്നലെ പറഞ്ഞേ. അപ്പൊ ക്രോധിച്ചു വന്നു, ക്രോധം മനസ്സിൽ വന്നു, ഒരു ദേഷ്യം അമർഷം വന്നു. അപ്പൊ ബാബയുടെ മഹാവാക്യം ഓർമ്മിക്കണം. ക്രോധം വരും, അതുകൊണ്ടുള്ള ബാബ വീണ്ടും പറയും. കുറയ്ക്കണം, ഡിഗ്രി കുറച്ച് കൊണ്ടുവരും. സാരേ ചക്രക്കാർ ആസതി സമച്ചാനാഹി. ബാബ പറഞ്ഞ ചക്രത്തിന്റെ രഹസ്യവും മനസ്സിലാക്കണം, മനസ്സിലാക്കി കൊടുക്കണം. കൊയ്യമേ ഗുൺ കംഹെ മുരളി അച്ചി ചലാത്തെ. ചിലര് ഗുണം കുറവാണ്, പക്ഷെ മുരളി നന്നായിട്ട് വായിക്കും. നമ്പർ വാർത്തോ ഹോത്തേ ഹി ഹേന. എല്ലാവരും ഒരിക്കലും ഒരുപോലെ കാണും. ജോ പാസ് ഹോത്തേ ഹി വഹ് ഗലേ കാ ഹാർ ബനത്തെ. ആരാണോ പാസ് ആകുന്നത് അവർ കഴുത്തിലെ മാലയാകും. ബാബ് തോ പെർഫെക്റ്റ് ഹെ, ഉൻ ജൈസ പെർഫെക്റ്റ് കൊയ് ഹോന ഹെ. ബാബ പെർഫെക്റ്റ് ആണ്, പരിപൂർണനാണ്. ബാബയെ പോലെ പരിപൂർണൻ ആരുമില്ല. ബഹുത്തോ ജന്മ മരണമേ മാതാഹി നഹി. കാരണം എന്താ? ആള് ജനന മരണത്തിൽ വരുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് സദാ ഒരുപോലെ ഇരിക്കുകയാണ്. തുമാരി ബുദ്ധിമേ കിതനി നയി നയി പോയിന്റ്സ് ഹെ ജോ അവർ കൊയ്ക്ക് ബുദ്ധിമേം പാടി നഹി സക്തി. നമ്മളുടെ ബുദ്ധിയിൽ എത്ര പുതിയ പുതിയ പോയിന്റുകളുണ്ട്. ഇതൊന്നും ആരുടെയും ബുദ്ധിയിലൊന്നും ഇല്ല. ഏഹ് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി ഭഗവാന് വാച മേം രാജയോഗ സിദ്ധിലാത്ത. ഇത് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ദൈവമാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുകയാണ്. സമജ്മേം ആത്താഹി ഭാരത് കിത്തന അമീർദ അഭി ഗരിബ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭാരതം എത്ര സമ്പന്നമായി, ഇത് എത്ര ദരിദ്രമായി. പ്രാചീന ഭാരത് ബഡാ സാഹുകാർ ഥാ, ഉनको പാരഡൈസ് കാ. പ്രാചീന ഭാരതം വളരെ സമ്പന്നമായിരുന്നു, അതാണ് പാരഡൈസ്. घर में कोई अच्छे कुल के होते हैं, गरीब बन जाते हैं तो उन पर तरस पड़ता है. വീട്ടിലെ അവർ ഒരു നല്ല കുലത്തിൽ പറന്നവർ വളരെ ദരിദ്രരായി പോയി, അപ്പോൾ എല്ലാവർക്കും അവരോട് ദയവുണ്ടാവും. കഹെങ്കി ബിചാര കിത്തന ഗിർ ഗയ. അപ്പൊ പറയൂ എത്ര വീണു പോയി അല്ലെ. ഒരു പാവപ്പെട്ടവനായിട്ട് ജീവിച്ച വലിയ വർത്താനമാവില്ല. വലിയ നിലയിൽ ജീവിച്ചിരുന്നവർ വീണ് കിടക്കുമ്പോൾ എന്തൊരു നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാ. അപ്പൊ കണ്ടില്ലേ? അതേപോലെ ഈ ഭാരതം എത്ര ഉയർന്ന നിലയിലായി. ബാബ പറഞ്ഞു ഇന്ന് ഈ ഭാരതത്തിന്റെ അവസ്ഥ എന്താ? ബാബ വരുന്ന സമയത്ത് 1936 എന്താ? അത്രയും വൃത്തികേടുകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പട്ടിണിയുടെയും, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ നരകത്തിലാണ്. ഭർത്താവ് മരിച്ച പിന്നെ പറയുകയും വേണ്ട, അത്രയും അന്ധവിശ്വാസം. നമ്മുടെ കേരളത്തിലൊക്കെ എന്തായാലും അല്ലെ, തൊട്ടുകൂടായ്മ, മറ്റത് അയിത്തം, മറ്റത് മറിച്ചത്, അന്ധവിശ്വാസങ്ങള്
അല്ലേ? ബാബ പറയാണ് പിന്നെ വിഷാഹാരം ഇല്ലായിരുന്നു, അത്ര മാത്രം. ബാബ പറയാണ് എത്ര അധപ്പതിച്ചു. ഇനിയും ബാബ പറയാ അങ്ങനെ വീണ് പോയവരെ ഉയർത്താനും എല്ലാവരും ശ്രമിക്കും. ക്രിസ്ത്യൻ ലോകനെ ഭാരതಕ್ಕೆ പൈസ ബഹുത് ലിയേ ഉസ് ധൻ സേ ഖുദ് സാഹൂകാർ ബനെ. ഈ ക്രിസ്ത്യാനികള് ഭാരതത്തിൽ നിന്ന് ധാരാളം പൈസ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അതുകൊണ്ട് അവർ പണക്കാരായി. ഭാരത് ഗരീബ് ഹോ ഗയാ ഹെ തോ ഫിർ മദദ് ഭി ദേംഗെ നാ. അപ്പൊ ഭാരതം ദരിദ്രമായി, അവർ ഇവിടുന്ന് കൊണ്ടുപോയതല്ലേ, അപ്പൊ തിരിച്ചു തരേണ്ടവർ. ലോൺ കെ ഹിസാബ് സെ മദദ്, അവര് ലോണായിട്ടാണ് തരുന്നത്, അവർ എങ്ങനെയും തന്നേ മതിയാവും. തും ജാൻതേ ഹോ ക്യാ ഹിസാബ് കിതാബ്, എന്താണ് ഇത് നമ്മളുടെ കണക്കെന്ന് നമുക്കറിയാം. कोई अच्छे है तो वह समझते यह सब ലോൺ ലേൻ ദേൻ കാ ഹിസാബ് ഖതം ഹോത്താ. അങ്ങനെ ഇത്തരം കടമൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ കൊടുക്കൽ വാങ്ങലിന്റെ കണക്ക് തീരാം. പരന്തു പ്രേരക കൊനഹി യഹ് കൊയ് നഹിം സംശയം. പക്ഷെ ആരാണ് ഈ ഭാരതത്തിന് കൊടുക്കണം കൊടുക്കണം എന്ന് പ്രേരിപ്പിക്കുന്നത്? അതാർക്കും അറിയില്ല. ഇൻ ബാത്തോംകോ അഭിത്തും സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഭാരത് റിലീജിയസ് ധാ തോ കിതനി മൈറ്റ് ഥി സാരെ വിശ്വക്കെ മാലിക് ഥി. ഈ ഭാരതം അത്രയും ധർമ്മിഷ്ഠമായ ഒരു രാജ്യമാണ്. അന്ന് എത്ര ശക്തി ഉണ്ടായിരുന്നു, അന്ന് ലോകം ഭരിച്ചിരുന്നു, ലോകത്തിന്റെ അധികാരിയായിരുന്നു. പഹല ധർമ്മ ദേവി ദേവതാഹി ജോ ബാബ സ്ഥാപൻ കർത്തേ. ആദ്യത്തെ ധർമ്മം എന്താണ്? ദേവി ദേവതാ ധർമ്മം. അത് ബാബ സ്ഥാപിച്ചു. ബാബ എങ്ങനെ സ്ഥാപിച്ചു? സത്യയുഗമാണ്, സത്യത്തിലൂടെ. സത്യത്തിന്റെ കൂടെ എന്തുണ്ടാവും? ധർമ്മം ഉണ്ടാവും. ധർമ്മമാണ് ധാരണ. ദിവ്യഗുണങ്ങളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ആത്മാവാണ്. ബാബ നീ ആത്മാവാണെങ്കിൽ ആത്മാവിന്റെ കൂടെ ശാന്തിയുണ്ട്, സ്നേഹമുണ്ട്, ആനന്ദമുണ്ട്, എല്ലാം ഉണ്ടാവും. അപ്പോൾ സത്യത്തിന്റെ കൂടെ ധർമ്മം ഉണ്ടാവും. അപ്പൊ ഈ ഭാരതം എത്ര ധർമ്മിഷ്ഠമായി, എത്ര സത്യത്തിലായിരുന്നു, ആത്മബോധത്തിലായിരുന്നു. അന്ന് ലോകം മുഴുവൻ ഭരിച്ചിരുന്നു. അത് ആര് സ്ഥാപിച്ചതാണ്? സത്യമായ ബാബ. അപ്പൊ സബ്സേ ഗിരാ ഹുവാഹിയത്തോ ജേരു എനിക്ക് മദത് കരേ. ഇത് ഏറ്റവും വീണ് പോയത് ഭാരതമാണ്, അപ്പോൾ ഏറ്റവും സഹായിക്കണം. ജബ് ലഡായി ശുരു ഹോഗി തോ ഖുദ് ലഡ്തേ ഭി രഹേംഗെ മദത് ഭി കർത്തേ രഹേ. യുദ്ധം ആരംഭിക്കുമ്പോൾ അവരെല്ലാം അടിക്കും, നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അബ് ഭി ദേഖോ ദേത്തെ രഹത്തെ ഹി നഹീം തോ ഭാരത് ഭൂകമ്പ. ഇപ്പോഴും വിദേശികൾ നമുക്ക് തരുന്നുണ്ട്, ഭാരതം വിശന്ന് മരിച്ചേനെ. പരന്തു കവി ഐസെ ഹുവാ നഹി ഹെ. പക്ഷെ ഭാരതം വിശന്ന് മരിക്കില്ല. കലാമറ്റിസ് ബി ആത്തി രഹേങ്കി. ബാബറിന് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ലഡായി തബ് ലഗേഗി ജബ് പടായി പുരു ഹോ ജായ്. ആ മൂന്നാം ലോക മഹായുദ്ധം വരണമെങ്കിൽ ബാബ പറയണം നമ്മുടെ പഠിത്തം പൂർത്തിയാകണം. അഭിത്തോ പടായി ചൽ രഹി ഹെ ന. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്ത് പരീക്ഷകളിലും ചിരിച്ചുകൊണ്ടിരിക്കണം. ബാബർ ആയോ? ആയില്ല. അപ്പൊ വിനാശത്തിൽ നമ്മുടെ കരണ്ട് പോയി, ഭയങ്കര മഴ, കരണ്ട് പോയി, ഭയങ്കര കൊതുക്, ഭയങ്കര ബഹളം, ആഹാരമില്ല, ആയിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. ബാബറിന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? പരീക്ഷയല്ലേ വരും. അപ്പൊ ഇപ്പോഴുള്ള ചെറിയ ചെറിയ പരീക്ഷകൾ പാസ്സായാലല്ലേ വലിയ പരീക്ഷ. അവർ പഠിത്തം കഴിയുമ്പോൾ ഉടനെ വിനാശം വരും. ബാബാക്കോ പഠാനാഹി, ബാബയ്ക്ക് നമ്മളെ പഠിപ്പിക്കണം. ബ്രഹ്മദ്വാര ആദി സനാതൻ ദേവി ദേവതാ ധർമ്മയ്ക്ക് സ്ഥാപന ഹോരഹി. ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛ മീട്ടെ മീട്ടെ സിക്കലിന്റെ ബച്ചോം പ്രതി മാതാപിതാ ബാപ് ദാദാ കാ യാദ് പ്യാര ഗുഡ് മോർണിംഗ്. റുഹാനി ബാപ്പിക്ക് റുഹാനി ബച്ചോം കോ നമസ്തേ. റുഹാനി ബച്ചോം की റുഹാനി ബാപ് ദാദാ കോ യാദ് പ്യാർ ഗുഡ് മോർണിംഗ്. നമസ്തേ. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ. അഭി ജ്ഞാനരത്നം കാ ധന്ദ കർണാ ഹെ. ഇപ്പോൾ ജ്ഞാനരത്നങ്ങളുടെ കച്ചവടം ചെയ്യുന്നു. രൂപ ബസന്ത് ബൻ പഠായി പഠനി അവർ പഠാനി. ജ്ഞാന യോഗ സ്വരൂപരാകണം, പഠിക്കണം, പഠിപ്പിക്കണം. ബാബാക്കെ സാത്ത് വാപ്പിസ് ഘർ ജാനാ ഹെ ഇസ്ലിയെ പവിത്ര ബൻ. ബാബയുടെ കൂടെ വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് പവിത്രമാകും. അശരീരി ബൻ ബാബ്കെ യാദ് മേ രഹ് സൈലൻസ് ബലസെ സയൻസ് പർ വിജയ് പാൻ. അശരീരിയായി മാറി ബാബയുടെ ഓർമ്മയിൽ കഴിഞ്ഞ് സൈലൻസിന്റെ ബലത്തിലൂടെ സയൻസിന്റെ മുകളിൽ വിജയം നേടും. അശരീരിയായി ആത്മാഭിമാനിയായി മാറി ബാബയുടെ ഓർമ്മയിലെ സൈലൻസിന്റെ ബലത്തിലൂടെ സയൻസിന്റെ ബല സാധനങ്ങളെ ബാബ പറഞ്ഞു വിനാശത്തെ ജയിക്കണം. വരദാൻ സദാ ഉമംഗ് ഉത്സാഹ കെ പങ്കും ദ്വാര ഉടനെ അവർ ഉടാനെ വാലെ മജബൂത് അവർ അധക് പാവും. സദാ ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറകുകളിലൂടെ പറക്കുന്ന, മറ്റുള്ളവരെ പറപ്പിക്കുന്ന ശക്തിയുള്ളവരും അക്ഷീണരുമായി ഭവിക്കും. സദാ ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറകുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരെയും ഉയരങ്ങളിലേക്ക് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയുള്ളവരും അക്ഷീണരുമായി ഭവിക്കും. आपको आत्माएं अनेक आत्माओं को उड़ाने के निमित्त हो, इसलिए उमंग उत्साह के पंग मजबूत हो. ബാബ പറയാണ്, നിങ്ങൾ ആത്മാക്കള് അനേക ആത്മാക്കളെ പറപ്പിക്കുവാൻ നിമിത്തമായവരാണ്. അതുകൊണ്ട് ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറക് നല്ല ബലമുള്ളതാണ്. അല്ല, ആളുകൾക്ക് നിരാശ ബാധിച്ചു. ബാബ ഞായറാഴ്ച എന്താ പറയാ, ഒരു നിമിഷം നിരാശ ബാധിക്കരുത്. അപ്പൊ ബാബ പറഞ്ഞ മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കേണ്ട കുട്ടികളായതുകൊണ്ട് ദേവാത്മാക്കളാണ്. നമ്മുടെ ഉത്സാഹം
ആ ചിറക് നല്ല ശക്തമായിരിക്കും. सदा इसी स्मृति में रहो कि हम ब्राह्मण विश्व कल्याण के जवाबदार हैं, तो आलस्य और अलबेलेपन स्वतः ही समाप्त हो जाएगा. സദാ ഈ സ്മൃതിയിൽ കഴിയണം, നമ്മൾ ബ്രാഹ്മണരെ വിശ്വ കല്യാണത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ, ആ സ്മൃതി വരുമ്പോൾ തന്നെ ആലസ്യവും അലസതയും താനേ ഇല്ലാതെയായി. കബി ബി തക്കേങ്കേനെ, ഒരിക്കലും ക്ഷീണം വരും. ജിസ്മേം ഉമംഗ് ഉത്സാഹ് ഹോത്താഹി വഹ് അദക് ഹോത്ത, ഉണർവും ഉത്സാഹവും ഉള്ളവരെ അക്ഷീണരായി. വഹ് അപ്പനെ ചെഹരെ അവർ ചലൻസെ സദാ, അവരും കവി ഉമംഗ് ഉത്സാഹപ്പെടാൻ, അവര് തന്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്കും ഉണർവും ഉത്സാഹവും വർദ്ധിച്ചു. ഇന്നലെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ്. ജീവിതത്തിന്റെ ഒരു ഇതെന്താണ്? അവർ എന്ത് വന്നാലും ഉത്സാഹം തോന്നും. അപ്പോൾ പരീക്ഷകളും പ്രശ്നങ്ങളൊക്കെ വരും, അവർ അതൊക്കെ എല്ലാവരും ചെയ്യും, വന്നേ മതിയോ, വരേണ്ടതൊക്കെ വരും. അത് മുജ്ജന്മ കർമ്മക്കണക്കായിരിക്കും, പറഞ്ഞു ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മുടെ അബദ്ധമായിരിക്കും, പറഞ്ഞു ആയിക്കോട്ടെ. അബദ്ധമോ മുജ്ജന്മ കർമ്മക്കണക്കോ പാപത്തിന്റെ കർമ്മമോ പറഞ്ഞു അത് കടന്നു പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. അത് എങ്ങനെ കടന്നു പോകണം? ഉത്സാഹത്തോടുകൂടി ഉണർവോടുകൂടി ചിരിച്ചുകൊണ്ട് കൺഫ്യൂസ്ഡ് ആകാതെ പോയിക്കോളും. അവര് കാരണം ഇവര് കാരണം, ചിലപ്പോ പറയും ഞാൻ കാരണം, എന്റെ മുജ്ജന്മം ഇങ്ങനെയായിപ്പോയല്ലോ. അവർ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം? മുജ്ജന്മത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പ്രസന്റ് ശരിയാക്കി എടുക്കാം. ഇന്ന് ശരിയാണെങ്കിൽ നാളെ ശരിയാവും. ഇന്ന് ശരിയല്ല, ഇന്നലത്തെ കാര്യം ആലോചിച്ച് ഇന്ന് ശരിയല്ലെങ്കിൽ നാളത്തെ കാര്യം പോക്കായിരിക്കും. ഇന്നത്തെ നിഴലാണ് നാളെ. അതുകൊണ്ട് ബാബ പറയാണ്, നല്ല ഉത്സാഹത്തോടുകൂടി അങ്ങ് ദൈവമല്ലേ പറയും, പിന്നെ നമുക്ക് ഉത്സാഹത്തോട്. സ്ലോഗൻ ബാബ കെ സംഘ കാ രംഗ് ലഗാ ഹുവാ ഹോ തോ സബ് ബുരായിയും സഹജഹി പരിവർത്തനം ഫുലായി. ബാബയുടെ ആ കൂട്ടുകെട്ടിന്റെ നിറം പിടിച്ചാൽ നമ്മളിലുള്ള എല്ലാ തിന്മകളും സഹജമായി പരിവർത്തനം. ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറം പിടിക്കും. ഈ ബൂരായി ഇത് നമ്മൾ ഇല്ലാണ്ടാക്കാൻ വലുതായിട്ടൊന്നും ശ്രമിക്കരുത്, ഇതിന് പാടാണ്. പ്രതിജ്ഞയൊക്കെ എടുക്കണം, അതൊക്കെ ശരി തന്നെ. ബാബ പറയാണ്, കൂടുതൽ കഷ്ടപ്പെടേണ്ട, ഞാനും കൊണ്ട് ഇത് ഇല്ലാണ്ടാക്കാൻ. പകരം ബാബയെ ഓർമ്മിച്ചു. ബാബയുടെ ആ നിറം പിടിക്കുമ്പോൾ എല്ലാ അഴുക്കുകളും അല്ലെങ്കിൽ എല്ലാ തിന്മകളും സഹജമായി തന്നെ പരിവർത്തനം. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ പഴയ വീട്, ഈ ദേഹം ഉപേക്ഷിച്ച് ബാബയുടെ കൂടെ പോകണം. അതുകൊണ്ട് ഈ വീടിനോടുള്ള മമത്വം ഇല്ലാതെയാക്കണം. സ്വയം ആത്മാവാണെന്ന് ഉറപ്പിക്കും. ദേഹം വേറെ, ദേഹി വേറെ, വീട് വേറെ, വീട്ടുകാരും, വാഹനം വേറെ, ഡ്രൈവർ, അമ്പലം വേറെ, മൂർത്തി വേറെ, പക്ഷി വേറെ, പക്ഷി. അപ്പൊ ബാബ പറയണു, ഇതിന് പറന്നു പോകേണ്ട സമയമായി, ബ്രഹ്മത്തിലേക്ക് പറ. അതുകൊണ്ട് ഈ വീടിനോട് ഒട്ടിപ്പിടിച്ചിരിക്കും. ദേഹാഭിമാനികളായ മനുഷ്യരാണ് പറയുന്നത് മനസ്സിന് സമാധാനം. ആത്മാഭിമാനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം മനസ്സ് ആത്മാവിന്റെ ഭാഗമാണ്. അപ്പോൾ മനസ്സ് ആത്മാവിൽ ചേർന്നിരിക്കുന്ന ഒരാൾ എങ്ങനെ ഞാൻ അശാന്തനാന്ന് പറയും? ആത്മാവ് തന്നെ ശാന്തസ്വരൂപൻ. പിന്നെ ആളുകൾക്ക് ഇത് പറ്റാത്തതിന്റെ കാര്യം, ആത്മാവ് പരമാത്മാവാന്ന് പഠിപ്പിച്ചു. പിന്നെ പരമാത്മാവിനെ ഓർമ്മിക്കാൻ പറ്റൂ, ഞാൻ തന്നെ പരമാത്മാവ്. അപ്പൊ പിന്നെ എവിടുന്ന് ശക്തി കിട്ടും, എവിടുന്ന് ശാന്തി കിട്ടും? മൊത്തം ആളുകൾ കൺഫ്യൂസ് ചെയ്ത. പിന്നെ ബാബ എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും പരന്താമത്തിൽ നിന്ന് അഭിനയിക്കാൻ വന്നു. ഈ ഭൂമി നമുക്ക് ഡ്രസ്സ് നൽകും. ബാബ പറഞ്ഞു, ഇപ്പൊ നാടകം കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇവിടെ അഴിച്ചു കൊടുക്കും, അത് നിയമമാണ്. എന്നിട്ട് വീട്ടിൽ, അതുകൊണ്ട് ഈ ഡ്രസ്സ് ഒന്ന് ലൂസാക്കി വയ്ക്കും. അവസാനം വരെ കർമ്മം ചെയ്യണം, പക്ഷെ ഒന്ന് ലൂസാക്കി വയ്ക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് വല്ലവരുടെയും ഡ്രസ്സാണ്, അത് ഊരി കൊടുത്തിട്ട് പോകണം. അപ്പൊ ഇതെങ്ങനെ ലൂസാകും? ബാബു അത് എന്നെ ഓർമ്മിച്ചാലും, എന്നെ ഓർമ്മിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇത് ഇളകി ഇളകി കിട്ടും. അപ്പൊ അങ്ങനെ ലൂസാക്കി വയ്ക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു, പ്രകൃതി പിടിച്ച് വലിക്കില്ല, അല്ലെങ്കിൽ പിടിച്ച് വലിക്കും, ഉടമസ്ഥൻ പിടിച്ച് വലിക്കും. അപ്പൊ നമുക്ക് വല്ലാണ്ട് വേദനയൊക്കെ എടുക്കും. അത് ബാബ പറഞ്ഞു, കുറച്ച് ലൂസാക്കി, വീട്ടിൽ പോകേണ്ട സമയമായി. ഈ നാടകത്തിൽ പകുതി ബാബ പറയാണ് സുഖം, പകുതി ദുഃഖമായി. അങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം ഉണ്ടാക്കിയതല്ല. ഇതിനെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാൻ ആരോടും ചോദിക്കാനില്ല. അങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അത് അംഗീകരിക്കും. ബാബ പറയണു, ഈ ദുഃഖധാമത്തിന്റെ അവസാനം ഞാൻ വരും. അപ്പൊ എല്ലാ ദുഃഖവും ഞാൻ തീർക്കും, എല്ലാവരും ഞാൻ കൊണ്ടുപോകും, പിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. ഈ ഭാരതം, പ്രാചീന ഭാരതം വളരെ സമ്പന്നമായി. ആ ഭാരതം വീണുപോയി. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ ചക്രമാണ്, സൃഷ്ടിചക്രം. ഇതറിയാവുന്നവർക്ക് ഒരു കാര്യത്തിലും ദുഃഖമുണ്ടാകും. അപ്പോൾ ബാബ വന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഏറ്റവും സമ്പന്നമായിരുന്ന ദേശം ബാബ പറയുന്നത്, ഇതിനെ മാറ്റാനാണ് ഞാൻ വരുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ദേവതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ രത്നങ്ങളും പവിഴങ്ങളും അത്രയും സമ്പന്നമായിരുന്നു, അത്രയും ഉയർന്ന സംസ്കാരം ഉണ്ടായിരുന്നു. അത് സ്ഥാപിച്ചത് ദൈവം. ഈ സമയത്ത് വീണ്ടും ബാബ വരാം. ബാബ പറയണേ, എനിക്ക് ദേഹാഭിമാനം ഇല്ല, എനിക്ക് ആത്മാഭിമാനിയാവേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സദാ ആത്മാഭിമാനി. ഈ ബ്രഹ്മാവിന്റെ ദേഹം നമ്മളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി കടമെടുത്തെന്ന് മാത്രം. ബാബ പറയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനനമരണ ചക്രത്തിൽ വരും. എനിക്ക് അങ്ങനെ ദേഹബോധമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണ്. ബ്രഹ്മബാബു പറയണം, ശിവബാബയെ പോലെ അത്രയും പെർഫെക്റ്റ് ആകാൻ നമുക്ക് പറ്റും. പിന്നെ
പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കും. ആദ്യം നമ്മൾ ശിവബാബയുടെ കഴുത്തിലെ മാലയാവണം, രുദ്രന്റെ. പിന്നീട് വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയാവും. 2 യുഗം കഴിയുമ്പോൾ രാവണന്റെ കഴുത്തിലെ മാലയാവും. ആദ്യം രാവണന്റെ കഴുത്തിലേക്ക് പോകുന്നത് നമ്മളാണ്. അതിന് പിറകെ ബാക്കിയുള്ള ധർമ്മങ്ങൾ വരും. അവർ വീഴുന്നതിന് രാവണ രാജ്യത്തിലേക്ക് തന്നെ. ഈ സമയത്ത് ബാബ പറഞ്ഞു, ബുദ്ധിയിൽ എന്ത് ചെയ്യണം? ജ്ഞാനരത്നങ്ങൾ നമ്മൾ നിറയും, എന്നിട്ട് അത് ഡെലിവർ ചെയ്യണം, അതിന് കച്ചവടം ചെയ്യണം. അത് ബാബ പറഞ്ഞു, നാടുകളിലും വീടുകളിലും കൊണ്ടുപോയിട്ട് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി വിൽക്കണം. വിറ്റ് ബാബ പറയുമ്പോൾ ഈ യുഗം മാറിക്കഴിയുമ്പോൾ ഇതൊക്കെ പവിഴങ്ങളായിട്ട് രത്നങ്ങളായിട്ട് നമ്മൾ. അതുകൊണ്ടാണ് സാഗരം സഞ്ചി നിറച്ചു കൊടുക്കും. ഏത് സാഗരമാണ്? ജ്ഞാനസാഗരം വന്നിട്ട് സഞ്ചി നിറച്ചു കൊടുക്കണം ബുദ്ധി. നമ്മളത് വായു കൊണ്ട് മറ്റുള്ളവർക്ക് അത് വിൽക്കാൻ കൊടുക്കണം. ജ്ഞാനരത്നങ്ങൾ നമ്മൾ കൊടുക്കണം. ബ്രാഹ്മണരുടെ ജോലി അതാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രഭാതത്തിൽ ഉണർന്ന് ബാബയിൽ നിന്ന് എടുത്ത് മനനം ചെയ്തും ബാബയിൽ നിന്ന് എടുത്തിട്ട് ബാബ പറഞ്ഞു, പകല് നമ്മൾ സേവ ചെയ്ത് ആളുകൾക്ക് ഇത് കൊടുക്കും. ധാരാളം ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. അവർ എല്ലാ കാര്യത്തിനും ബാബ ഉത്തരം നൽകും, ഒരു കാര്യത്തിനും ഉത്തരം നൽകാതിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായവരും ചെയ്യണം. അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും. ജീവിതത്തിൽ വേണ്ട ഒരു ധാരണ എന്താണ്? ഒന്ന് സയൻസിന്റെ മുകളിൽ ജയിക്കാൻ പഠിച്ചു, അത് സൈലൻസിന്റെ ബലത്തിൽ കൂടെ പറ്റുള്ളൂ. അതിന് ബാബയോ. പിന്നെ ബാബ എന്താ പറഞ്ഞ? വരദാനത്തിൽ എന്ത് ധാരണ പറഞ്ഞു? ജീവിതത്തിൽ നമ്മുടെ ചിറക് എന്ന് പറഞ്ഞാൽ ഉണർവും ഉത്സാഹം. ഭയങ്കര മൂടൊക്കെ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, ബാബ പല പല ദുഃഖങ്ങളുടെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഉത്സാഹം പോകരുത്. മറ്റുള്ളവർക്ക് നമ്മൾ ഉത്സാഹം കൊടുക്കണം. ബാബ ഒരു ഉത്സാഹം കൊടുക്കാൻ നിമിത്തമായവർ തന്നെ ക്ഷീണിച്ചു പോയാലോ? ബാബ ഉത്സാഹമുണ്ടെങ്കിൽ ക്ഷീണമൊന്നും. സ്ലോഗനിൽ ബാബ എന്താ പറഞ്ഞത്? നമ്മുടെ തിന്മകൾ പരിവർത്തനപ്പെടണമെങ്കിൽ നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ആ മരണം മതി. ഓം ശാന്തി.